അവിടെ ഇരിക്കുന്നത്? ടീച്ചർ, ഞാൻ ഈ ഹോംവർക്ക് ചെയ്തിട്ടില്ല. സാരമില്ല, നമുക്ക് പോവാ, ക്ലാസ്സിലേക്ക് പോവാ. ഇന്നൊരു രക്ഷിതാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗണിതത്തിൽ കണക്കൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടി സ്കൂളിൽ വരാനൊരു മടിയുണ്ട് എന്നുള്ളൊരു അഭിപ്രായമായിട്ടാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് മറികടക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്നുള്ളത്. ഭൂരിഭാഗം കുട്ടികൾക്കും പ്രയാസം നേരിടുന്ന വിഷയമാണ് ഗണിതം. ഗണിതാശയങ്ങൾ വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ ഗണിതത്തോട് കുട്ടികൾക്ക് താൽപ്പര്യക്കുറവുണ്ട്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് ആഴ്ചതോറും നടന്നുവരുന്ന സബ്ജക്റ്റ് കൗൺസിൽ ചർച്ച ചെയ്യുകയും ചില നിർദ്ദേശങ്ങൾ വയ്ക്കുകയും ചെയ്തു. ഇത് SRGയിൽ അവതരിപ്പിച്ചു. ക്ലാസ്സിൽ പരീക്ഷിച്ചറിയാൻ തീരുമാനിക്കുകയും ചെയ്തു. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ആശങ്ക പരിഹരിക്കാൻ തീരുമാനമായി. എത്രയും പെട്ടെന്ന് രക്ഷിതാക്കൾക്ക് ശില്പശാല നടത്താൻ തീരുമാനമായി. ഇവിടെ ഞാൻ രണ്ടിന്റെ ഗുണിതങ്ങളൊന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഇതിൽ 1 2ന്റെ ഗുണന പറ്റിക ഇതിലാണ്. 2 നട്ടിട്ടുണ്ട്. ഇത് ഓരോന്നിൽ 2 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 2 2. ഇപ്പൊ 2 2 4 2 കൂടി. ഇപ്പൊ 3 2 6 വീണ്ടും 2 കൂടി. 4 2 8 വീണ്ടും 2 കൂടി. ഗുണന പട്ടിക കാണാം. പഠിക്കാതെ തന്നെ ആ പട്ടിക അവർ മനസ്സിൽ ഉറക്കും. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇവിടെ 3 ഗുണിക്കണം 4 എന്ന ക്രിയയ്ക്ക് ഗുണനയന്ത്രം പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് കുട്ടികൾ പരിശോധിക്കുകയാണ്. ഓരോ ഗ്രൂപ്പും വിവിധ രീതികളിൽ ഉത്തരം കണ്ടെത്തുന്നു. ഒടുവിൽ ഗുണനയന്ത്രം നൽകുന്ന ഉത്തരം അതുതന്നെയെന്ന് കുട്ടികൾ കണ്ടെത്തുന്നു. ഇപ്പൊ ഇതുപോലെ ഒരു പഠനോപകരണം ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള നിരന്തരമായ ഇടപഴകലിലൂടെ കുട്ടിയും പഠനവും തമ്മിലൊരു ബന്ധം ഉണ്ടാവുകയും അവരറിയാതെ തന്നെ ഗണിതാശയങ്ങൾ മനസ്സിലുറയ്ക്കുകയും പിന്നീട് ഒരു ഉപകരണത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ അവർക്ക് ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ ഈ ഗുണന വസ്തുതകൾ പാഠമാക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരം ഉപകരണങ്ങളുടെയൊക്കെ ഒരു പ്രസക്തി. പഠന ഉപകരണം ക്ലാസ്സിൽ ഫലപ്രദമാണ് എന്നറിഞ്ഞതോടെ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ പരിശോധിച്ച് ഇത്തരത്തിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നവയെ കണ്ടെത്തി നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. രക്ഷിതാക്കളെയും കൂടെ കൂട്ടി. BRC, ഡയറ്റ്, SCRT എന്നിവരുടെ വിദഗ്ധ ഉപദേശങ്ങളും അതിനായി സ്വീകരിച്ചു. ഗണിതത്തിൻ്റെ പ്രസക്തി എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഗണിതം എത്രത്തോളം പ്രസക്തമാണ് എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അമൂർത്തമായ ഗണിത ആശയങ്ങൾ ലളിതവും രസകരവുമായ രീതിയിൽ എത്തിക്കുന്നതിന് ഈ പഠന ഉപകരണങ്ങൾ സഹായിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ പ്രതിഫലനമാണ് വെട്ടം AMUP സ്കൂൾ ആവിഷ്കരിച്ച ഗണിതമിത്രം എന്ന പദ്ധതി. വെട്ടത്തുനാടിൻ്റെ മഹത്തായ ഗണിതശാസ്ത്ര പാരമ്പര്യം വിളിച്ചോതിയ വേറിട്ട ഒരു ക്രിയാത്മക പദ്ധതി. അപ്പോൾ നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ സമാന്തര വരകൾ എന്നുള്ള പാഠഭാഗത്തെ 3ാമത്തെ പഠന നേട്ടം അല്ലെങ്കിൽ 3ാമത്തെ ആശയമാണ് എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പശ, അതേപോലെ ടങ് ക്ലീനർ, നെറ്റ്, ബോൾട്ട്, കത്തി, ഇതൊക്കെ നമുക്ക് ആവശ്യം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗത്ത് പശ തേച്ചിട്ട് ആ ഭാഗത്ത് ചാർട്ട് പേപ്പർ ഒട്ടിക്കുക. നിർമ്മാണ പ്രവർത്തനം സജീവമായപ്പോൾ
കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടായി. അത് പ്രദർശിപ്പിക്കാനും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാക്കുന്നതിനും വേണ്ടി ഗണിത സെമിനാറും പഠന ഉപകരണ പ്രദർശനവും നടത്തി. ഓരോ പഠന ഉപകരണവും ഏത് പഠന നേട്ടത്തെ ആസ്പദമാക്കിയുള്ളതാണെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും എഴുതി തയ്യാറാക്കി ബുക്ക്ലെറ്റും പ്രസിദ്ധപ്പെടുത്തി. ഗണിതരൂപമായ ലോകമേ. വിദ്യാലയത്തിലെ പ്രദർശന ഹാളിൽ കുട്ടികൾ ഉത്സാഹത്തോടെ അവയെല്ലാം പരിചയപ്പെടുത്തുകയാണ്. ഗണിതമേ നിനക്കു വന്ദനം കൂട്ടലും കുറ. 7ാം ക്ലാസ്സിലെ തന്നെ സമചതുരങ്ങളും മട്ടത്രികോണങ്ങളും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട 2 ആശയങ്ങൾ വ്യക്തമാക്കാൻ സഹായിക്കുന്ന ഒരു പഠനോപകരണമാണിത്. അതിലൊന്ന് പൈതഗോറസ് സിദ്ധാന്തം. ഈ TLM ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് വളരെ വേഗത്തിലായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് പൈതഗോറസ് സിദ്ധാന്തം ശരിയാണോ എന്ന് തെളിയിക്കാം. ഉദാഹരണമായി, ഈ ലംബവശമായ സമചതുരമാണല്ലോ ഇത്, ഇനി ഈ ലംബവശമായ സമചതുരമാണല്ലോ ഇത്, ഇതാണല്ലോ കർണം. ഇത് മാറ്റിവെക്കുമ്പോൾ കർണവശമായ സമചതുരം കിട്ടി, അഥവാ കർണത്തിന്റെ വർഗം. ഇതിൽ നിന്നും ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക കർണത്തിന്റെ വർഗത്തിന് തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഇതാണ് സങ്കലന ഹാർമോണിയം. ഇതിൽ 2 സംഖ്യകൾ എളുപ്പത്തിൽ കൂട്ടാൻ സങ്കലന ഹാർമോണിയം നമ്മെ പഠിപ്പിക്കും. ഉദാഹരണമായി 2 കൂട്ടൽ 4 എന്ന സംഖ്യ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഗണിത പഠനത്തിൽ കുട്ടികളിലുണ്ടായ മാറ്റം അധ്യാപകരിൽ ആത്മവിശ്വാസം പകർന്നു എന്നു മാത്രമല്ല, അക്കാദമിക രംഗത്തെ പുരോഗതിയും സംതൃപ്തി ഉളവാക്കുന്നതായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ രേഖ ഉപയോഗിച്ച് തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തി. രക്ഷിതാക്കളും അവരുടെ സന്തോഷം പങ്കുവച്ചു. എൻ്റെ മോള് ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവൾക്ക് ഒന്നും അറിഞ്ഞിരുന്നില്ല മാത്സിൽ. പിന്നെ ഈ പഠനോപകരണങ്ങൾ വെച്ചിട്ടുള്ള പഠിത്തത്തിൻ്റെ ഉഷാറ് കൊണ്ടാണ് അവൾക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റിയത്. സ്കൂളിലേക്ക് വരാനും അവൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. അവൾ വളരെ ഹാപ്പിയാണ്. കുട്ടികളുടെ ഗണിത വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന് വേണ്ടി ഈ സ്കൂൾ വളരെ മാതൃകാപരമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള വിദ്യാലയങ്ങളും ഈ രീതി ആവിഷ്കരിക്കാൻ തയ്യാറായതും ഏറെ അഭിമാനകരമാണ്. ഒഴിവു സമയങ്ങളിൽ കുട്ടികൾക്ക് അധ്യാപകരാകാനും ഈ ഉപകരണങ്ങൾ സഹായിച്ചു. വിവരസാങ്കേതികവിദ്യ ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് കുട്ടികളിലെ സർഗാത്മക ശേഷിയും ക്രിയാത്മക പ്രവർത്തനങ്ങളെയും വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇത്തരം പഠന രീതികൾക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ വിജയം. ഇതിനായി ഞങ്ങളെ പ്രേരിപ്പിച്ചത് പൂർവ്വസൂരികളായ അധ്യാപകർ കൂടിയാണ്. ഗണിതരൂപമായ ലോകമേ നിനക്കു വന്ദനം. ശാസ്ത്രരാജ്ഞിയായ ഗണിത